ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നന്ദിത, അമൽ സുരേന്ദ്രൻ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഓർക്കാം. വി വർ ഡിസ്കസിങ് അബൌട്ട് ഡിസൈൻ ഓഫ് നമ്പർ. ഓഡിയോ ക്ലിയർ അല്ല? ഹലോ, ഓക്കെ. സൈൻഡ് മാഗ്നിറ്റ്യൂഡ് നമ്പർ ഓർത്തിരിക്കുക. ദെൻ ഇതായിരുന്നു നമ്മളെ ബ്ലോക്ക് ഡയഗ്രാം. ഒരു ചെറിയൊരു നോട്ട് അവിടെ എഴുതി വെക്കുക. ഹിയർ വേരിയബിൾ എസ്, ഒരു നോട്ട് എഴുതുക. ഹിയർ വേരിയബിൾ എസ് to identify sign, if the result of s equal to 1, then two signs are not same. When it is equal to 0, signs are equal. ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ്സ്, ഡിഫറെന്റ് കണ്ടീഷൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ ഒരു സ്ലൈഡൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഈ ഒരു ടാസ്ക് ഇത് ഓർമ്മ വേണം. ഓക്കെ. ഇനി നമ്മളൊരു സ്റ്റേറ്റ് ഡയഗ്രാം, നമ്മളൊരു ഹാർഡ് വയർഡ്, വി ആർ ഡിസൈനിങ് എ ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ്. അതിന് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം ഡിസൈൻ ചെയ്യാണ്. ഒരു ഹൈഫിനിട്ട് നെക്സ്റ്റ് ലൈനിൽ എഴുതുക, ഡിസൈൻ ഓഫ് എ സ്റ്റേറ്റ് ഡയഗ്രാം. നെക്സ്റ്റ് ലൈനിൽ എഴുതുക, here we are formulating a state diagram of the sequential control. Next line is the function boxes in flowchart represent different states. Which means this is a function box in the flowchart. This is a function box. ഇങ്ങനെയുള്ള ബോക്സുകളാണ് നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രത്തിലെ ഓരോ സ്റ്റേറ്റ്. വിച്ച് മീൻസ് T0 is one state, T1 is another state. So function boxes in flowchart represent states in state diagram. Next line എഴുതുക, decision boxes identifies the condition to next state. ഇവിടെ കാണുന്ന ഡിസിഷൻ ബോക്സ്, ഇങ്ങനെയുള്ള ഡിസിഷൻ ബോക്സ് ആണ് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള കണ്ടീഷൻ. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഓർക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, we have to generate control signals. We have to identify different state. ഓരോ സ്റ്റേറ്റിലും we are performing different micro operation. In each state we are performing different micro operation in order to complete signed magnitude addition or subtraction. അതാണ് നമ്മുടെ aim. So here we have 8 different stages: T0, T1, T2, T3. Like we have 8 different stage. After completion of 8 different stage, we are performing signed magnitude addition or subtraction. ആ ടാസ്ക്
പെർഫോം ചെയ്യാനുള്ള സ്റ്റേറ്റ് ഡയഗ്രാം ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അഞ്ജിത, അരുന്ധത്, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അഞ്ജിത ആൻഡ് അരുന്ധത്. ഒന്ന് പറഞ്ഞ എന്തായിരുന്നു അരുന്ധത്? വി ഹാവ് ടു പെർഫോം എ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് അഡിഷൻ. അതിനുവേണ്ടി നമ്മൾ ഫ്ലോ ചാർട്ട് ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് എങ്ങനെ പെർഫോം ആവുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ് ഡയഗ്രാം. വി ആർ റെപ്രസെന്റിങ് ഓപ്പറേഷൻ ത്രൂ എ സ്റ്റേറ്റ് ഡയഗ്രാം. ആ 8 സ്റ്റേറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് വേണ്ട എൻ്റയർ ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റേറ്റിലും വി ആർ പെർഫോമിങ് ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻ. കാരണം ഓരോ മൈക്രോ ഓപ്പറേഷൻ കഴിയുമ്പോഴാണല്ലോ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യാൻ പറ്റുന്നത്. ഓർക്കുക, ടു പെർഫോം ഓർ ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ വി ഹാവ് ടു പെർഫോം ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻ. ഓരോ മൈക്രോ ഓപ്പറേഷനും നമ്മൾ ഓരോ സ്റ്റേറ്റിലാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ സ്റ്റേറ്റ് T0, എല്ലാവരും നോക്കുക. ഇൻ സ്റ്റേറ്റ് T0 ഹിയർ ഒരു കാര്യമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, ഇനീഷ്യലൈസിങ് ദി വാല്യൂ ഓഫ് x ഈക്വൽ ടു 1. നോക്കുക, ഫസ്റ്റ് ഈ ടിക്ക് നോക്കുക, ഫസ്റ്റ് ബോക്സ് അതാണ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഹിയർ ഓൺലി ദ ടാസ്ക് ഈസ് വി ആർ ഇനീഷ്യേറ്റിംഗ് വാല്യൂ ഓഫ് x ഈക്വൽ ടു 1. അത് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, when q is equal to 1, which means when we have to perform subtraction operation, when q is equal to 1, we are going to another state. കണ്ടോ, സബ്സ്ട്രാക്ഷൻ ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ പോകുന്ന സ്റ്റേറ്റ് ആണ് T1 എന്ന് പറയുന്ന സ്റ്റേറ്റ്. T1ൽ നമ്മൾ പെർഫോം ചെയ്യുന്നു ഓൺലി വൺ ഓപ്പറേഷൻ വിച്ച് നെഗേറ്റ് ഓർ കോംപ്ലിമെന്റ് സെക്കൻഡ് ഓപ്പറൻഡ്. നോക്കുക, when q is equal to 1, ഈ നോക്കുക, we are negating the second operand, complement ചെയ്യുന്നു. So in T1 state we are performing complement operation. Clear ആയി തോന്നുന്നു? When QA equal to 1 we have to perform addition. So when QA equal to 1 ആണെങ്കിൽ QA equal to 1, ഇവിടെയാണ് QA equal to 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. QA equal to 1 ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. സോ ഇൻ T2 ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇൻ T2 നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അനുപമ, ഋതുൽ, ലിഖിത്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? T0, T1, T2. നന്ദ, നിവേദ്യ. ഓക്കെ, T0, T1, T2 നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ദെൻ ഫ്രം T2 വി ആർ ഗോയിങ് ടു T3. T3 നോക്കുക, we are going to T3 when sign value equal to 0. Sign value equal to 0 means we are performing operation with the magnitude with the same sign. Sign ന്റെ വാല്യൂ 0 ആവുന്നത് എപ്പോഴാണ്? രണ്ടും സെയിം ആവുമ്പോൾ. either it is പോസിറ്റീവ്, രണ്ടും പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും നെഗറ്റീവ്, then only sign value 0. Sign value 0 ആണെങ്കിൽ നമ്മൾ going to T3 സ്റ്റേറ്റ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് അഡിഷൻ മാത്രം പെർഫോം ചെയ്താൽ മതി. സോ when sign are equal, T3 state we are performing addition. കണ്ടോ, we are performing signed addition perform ചെയ്യുന്നു. Then we are going to stop. നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. കണ്ടോ, after performing signed magnitude addition again we are going to first state x equal to 1 സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നു. അപ്പം T3 ക്ലിയർ ആണോ? T3 റെസ്പോണ്ട് ചെയ്യാം. സർ ക്ലിയർ. താങ്ക് യു. ആദിത്യ, ഐശ്വര്യ, അഖിൽ CV ലിസൺ ചെയ്യാം. T3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. Then coming to s equal to 1, when we are performing with the different symbols. s equal to 1 ആവുന്നത് എപ്പോഴാ? either plus or minus അല്ലെങ്കിൽ minus or plus. this symbol signal s equal to 1. s equal to 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? subtraction. കണ്ടോ, symbols are not equal, we are going for subtraction. so we are going to T4 stage നമ്മൾ എത്തി. in T4 stage we are performing subtraction. കണ്ടോ, in T4 stage we are performing subtraction. T4 ക്ലിയർ അല്ലേ? ഖദീജ, ഷിറിൻ, അമൽ, നബീൽ, നാസിർ. T4 we are performing subtraction. ഓർത്തിരിക്കുക. ഇനി
അവിടെ രണ്ട് കേസ് ഉണ്ട്. ആഫ്റ്റർ പെർഫോമിംഗ് സബ്ട്രാക്ഷൻ ഐദർ we have equal to 0 where a less than b condition or equal to 1 a greater than b condition. കണ്ടോ, ഇയുടെ വാല്യൂ ഇൻ ഡിസിഷൻ ബോക്സിൽ ഇ ആണുള്ളത്. ഇഫ് ഇയുടെ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇതുണ്ട്, നമ്മൾ തിരിച്ച് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ പോകുന്നു, എ ഗ്രേറ്റർ ദാൻ ബി, വിച്ച് മീൻസ് ഇൻ T5 വി ആർ ഗോയിങ് ടു സ്റ്റോപ്പ് ദി കണ്ടീഷൻ വേർ ഇ 0 ആണ് എങ്കിൽ, സോറി ഇ ഈക്വൽ ടു 1 ആണെങ്കിൽ, കണ്ടോ ഇ ഈക്വൽ ടു 1 ആണെങ്കിൽ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് സ്റ്റേറ്റിലേക്ക് തന്നെ പോയി, ഇനിഷ്യൽ കണ്ടീഷനിലേക്ക് പോയി. വെൻ ഇ ഈക്വൽ ടു 1 ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇ ഈക്വൽ ടു 0, ഇ ഈക്വൽ ടു 0 ഈ ഒരു കണ്ടീഷനിൽ വി ആർ ഗോയിങ് ടു T6, അവിടെ ഇത് എ കോംപ്ലിമെന്റ് ആക്കുന്നു. ദിസ് സ്റ്റേജ് വി ആർ പെർഫോമിംഗ് എ കോംപ്ലിമെന്റ്. ദെൻ എ ഈക്വൽ ടു a+1 ചെയ്യുന്നു. ഇൻ T7 വി ആർ പെർഫോമിംഗ് a equal to a+1. T7 we are performing a equal to a+1. Then again എന്ത് ചെയ്യുന്നു, ഇതിനെ ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. സെയിം ഇറ്റ് ഈസ് ഗോയിങ് ടു ഇനീഷ്യൽ കണ്ടീഷൻ. ദിസ് ഈസ് ദി സ്റ്റേറ്റ് ഡയഗ്രാം representing 8 different micro operation, 8 different steps in order to perform signed magnitude addition and subtraction. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഒരാളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആരാ പറയാ? അനുജ, അനുജ ആരുമില്ല അവിടെ ഉണ്ടോ? സെവൻ ഉള്ളോ? സർ ക്ലിയർ ഇല്ല, വോയിസ് കട്ടാവുന്നു, തിരിയുന്നില്ല. സെവിന് എക്സ്പ്ലനേഷൻ മനസ്സിലായോ? സർ മനസ്സിലായി മനസ്സിലായി. മനസ്സിലായി. അബ്ദുൾ ലത്തീഫ്, ഫാത്തിമ റംഷാദ, ഇൻഫെക്ട് വോയിസ് കട്ടാവുന്നുണ്ടല്ലോ. നോക്കാം. ചാറ്റ് ബോക്സിൽ സെക്കൻഡ്, ഞാൻ ഫോൺ വൈഫൈ കയറാം. ഹലോ, ഇപ്പം എൻ്റെ വോയിസ് ഓക്കെ ആണോ? ഹലോ, ഓക്കെ. അപ്പം ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഞാൻ വൈഫൈ വന്നു. Here we have 8 different stages. Initial stage denoted by T0, only x equal to 1. When qs equal to 1, we are performing subtraction T1. T1-ൽ നമ്മൾ bs കോംപ്ലിമെന്റ് ചെയ്യുന്നു ഈ ഒരു ടാസ്ക്. ദെൻ T2, qa 1 ആണെങ്കിൽ T2 എത്തി. T2-ൽ നമ്മളൊന്നും പെർഫോം ചെയ്യും. സൈൻസ് ആർ ഈക്വൽ. T3-ൽ വി ആർ പെർഫോമിംഗ് അഡീഷൻ. തിരിച്ച് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്നു. TS സൈൻ 1 ആണെങ്കിൽ ഡിഫറെൻറ്റ് സൈൻ കേസ്, ആ ഒരു ടാസ്ക് T4-ൽ നമ്മൾ പെർഫോം ചെയ്യുന്നു.
ദെൻ T5 ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. E = 1 ആണ് എങ്കിൽ നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു. കണ്ടോ, E = 1 നമ്മൾ തിരിച്ച് ഇനീഷ്യൽ സ്റ്റേജിലേക്ക് പോകുന്നു. എലിമെന്റ് A = A bar plus 1 നമ്മൾ പെർഫോം ചെയ്യണം. 2 ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യുന്നു. അഗൈൻ വി ആർ ഗോയിങ് ടു സ്റ്റേറ്റ് ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നു. ഇതാണ് സ്റ്റേറ്റ് ഡയഗ്രാം റെപ്രസെന്റഡ് ഫോർ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് അഡിഷൻ. ക്ലിയർ ആണോ? ഇനി കമന്റ്സ് ഇടുക. അനൈന, അഞ്ജിത, ആരോമൽ, അരുന്ധത്, അശ്വിൻ, ജെറീഷ്, മിൻഹജ്. ഓക്കെ ആണോ? സേജൽ, യാദവ്, ഒന്നുകൂടി പറയണോ? സിഷാജ്, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. ഋഷികേഷ്, റാസി ഒന്ന് പറഞ്ഞേ, മനസ്സിലായോ? വൈഷ്ണവി രാജീവൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, മനസ്സിലായോന്ന്? വൈഷ്ണവി രാജീവൻ, ഒന്ന് സംസാരിക്കോ? മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? വൈഷ്ണവി, തേജ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, മനസ്സിലായോ? തേജ, നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് എഴുതുക. State diagram denotes 8 different states. State diagram denote 8 different states from T0 to T7. From T0 to T7. From T0 to T7. In each state, we determine micro operation. In each state, we determine micro operation that must be initiated by control circuit. In each state, we determine micro operation that must be initiated by control circuit. Okay, in the rough order, in order to perform signed magnitude addition and subtraction, here we have 8 different states. 8 different states. ഓരോ സ്റ്റേറ്റിലും ഇനീഷ്യേറ്റ് ചെയ്യേണ്ട മൈക്രോ ഓപ്പറേഷൻസ് എന്താണെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ എയിം. ഇനി ഈ ഒരു ഡയഗ്രാം നോക്കുക. നെക്സ്റ്റ് ഡയഗ്രാം, ഈ ഒരു ഡയഗ്രാം നോക്കാം. ഇത് സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കിത് ആവശ്യമില്ല, പിന്നെ നമുക്കിത് ആവശ്യം വരും. ജസ്റ്റ് നോക്കുക. ഹിയർ വി ഹാവ് 8 ഡിഫറെന്റ് സ്റ്റേറ്റ്. 8 ഡിഫറെന്റ് സ്റ്റേറ്റ് നിങ്ങൾ ഓർക്കുക. ഫസ്റ്റ് സ്റ്റേറ്റിൽ നമ്മൾ ആകെ ചെയ്യുന്നത് ഇനീഷ്യേറ്റിംഗ് x = 1. ഈ ഒരു സ്റ്റേജ് മാത്രമാണ് ഇൻ ദി ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. സോ x = 1 മാത്രം നമ്മൾ പെർഫോം ചെയ്തു. ഓൾ അതർ വാല്യൂസ് 0. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഈ ഒരു combination of 1 and 0, ഈ ഒരു combination of 1 and 0 which is similar to first state. Clear ആയി എന്ന് കരുതുന്നു. Then second state T1 നോക്കുക. Only we are performing complementing. BS നെ BS bar ആക്കുന്ന ഈ ഒരു ടാസ്ക് only we are performing BS bar ആക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, BS നെ BS bar ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന
സിഗ്നൽ എന്ന് പറയുന്നത് y ആണ്. ഇതെങ്ങനെ മനസ്സിലായി നോക്കിയാൽ ഓർക്കുക. ഈ ഒരു ഡയഗ്രം നിങ്ങൾക്ക് ഓർമ്മ വേണം. കണ്ടോ? ഹിയർ വി ആർ യൂസിങ് y. ഈ ഡയഗ്രത്തിൽ 9 ഔട്ട്പുട്ട് ഉണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന y എന്ന് പറയുന്നത് എന്താണ്? BS നെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓർക്കുക, y കോംപ്ലിമെന്റ് BS-ഉം Z കോംപ്ലിമെന്റ് AS-ഉം ആണ്. y എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ചെയ്യാൻ, BS നെ കോംപ്ലിമെന്റ് ചെയ്യാൻ. Then Z we are using for AS നെ കോംപ്ലിമെന്റ് ചെയ്യാൻ. BS means sign bit of B, AS means sign bit of A. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ സിഗ്നൽസ് എഴുതിയിട്ടുള്ളത്. ആ ചാർട്ടിലേക്ക് വരാം. കണ്ടോ? വെൻ y ഈക്വൽ ടു 1, ഈ ഒരു ടാസ്ക് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ദെൻ ഇൻ T2 സ്റ്റേറ്റിൽ നത്തിങ്, എല്ലാം 0 ആണ്, ഒന്നും നമ്മൾ പെർഫോം ചെയ്യുന്നില്ല. Again in T3 we are performing A towards A, ലോഡ് ചെയ്യണം. A+B ആണ് ലോഡ് ചെയ്യേണ്ടത്. നോക്കുക, അപ്പൊ ലോഡ് ഈസ് 1 of the operand A, പെർഫോമിംഗ് അഡീഷൻ പെർഫോം ചെയ്യാനുള്ളത് S1 S0 1 ആകുമ്പോഴാണ് നമ്മൾ അഡീഷൻ പെർഫോം ചെയ്യുന്നത്. ലോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. T3 നമ്മൾ പെർഫോം ചെയ്യുന്നത് ലോഡ് ഓപ്പറേഷൻ ആണ്. അതാണ് ഈ ഒരു കൺട്രോൾ സിഗ്നൽസ് മാത്രം 1, ബാക്കിയെല്ലാം 0. ഓക്കെ, ദെൻ A-B പെർഫോം ചെയ്യണമെങ്കിൽ, അതായത് A ഈക്വൽ ടു A പ്ലസ് B ബാർ പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു A-B ആണ്. A-B പെർഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ കൺട്രോൾ സിഗ്നൽ എന്താണ്? S1 എന്ന് പറയുന്നത് 1-ഉം S0 0 ആണെങ്കിൽ വി ആർ പെർഫോമിംഗ് A-B. അതിനെ ലോഡ് ചെയ്യാൻ വേണ്ടി അഗൈൻ ലോഡ് സിഗ്നൽ 1. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് വേണ്ട കൺട്രോൾ സിഗ്നൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ പറഞ്ഞത്? ഐശ്വര്യ, അനൈന, അഞ്ജിത ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഈ ഒരു ടേബിൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. അനുപമ, നിവേദ്യ, സിഷാജ്, ഈ ഒരു ടേബിൾ മനസ്സിലാവോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അമൽ സുരേന്ദ്രൻ, ഋതുൽ, മിൻഹജ്, മിഥുൻ മോഹൻ, ടേബിൾ മനസ്സിലായോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഓഡിബിൾ ആണോ? ഞാൻ ഹലോ, റെസ്പോണ്ട് ചെയ്യും നിങ്ങൾ. ഇതെന്താ ഇങ്ങനെ എല്ലാവരും? ഇങ്ങനെയാണ് അറ്റൻഡൻസ് തരില്ല കേട്ടോ. അനൈന ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അനൈന, മനസ്സിലായോ? അനൈന ആബ്സെന്റ് ആണോ? അനിരുദ്ധ്, അശ്വിൻ, അനൈന ആബ്സെന്റ് ആണ്. അനിരുദ്ധ ആബ്സെന്റ് ആണ്. അശ്വിൻ, ഐശ്വര്യ, ആദിത്യ, ഐശ്വര്യ, ആദിത്യ. ഐശ്വര്യ പറഞ്ഞ എന്താ സംഭവം? ഈ ഒരു ടേബിൾ എങ്ങനെയാ വരച്ചത് നമ്മള്? വിഷ്ണു,
വിഷ്ണു ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. തനുശ്രീ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഖദീജ, ലിഖിത്, ലിയാന മറിയം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഖദീജ ആബ്സെന്റ് ആണ്, ലിഖിത് ആബ്സെന്റ് ആണ്, ലിയാന മറിയം ആബ്സെന്റ് ആണ്. അനുജ, അനുപമ, ആരോമൽ. ഖദീജ മനസ്സിലായോ പറയുന്നത്? അനുപമ ഒന്ന് റെസ്പോണ്ട് ചെയ്തത് എന്താ സംഭവം എന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. നബീൽ നാസിർ, നന്ദ, നന്ദിത, നിവേദ്യ. നബീൽ, നന്ദിത ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താ മനസ്സിലായ ഡയഗ്രാം? ഇനീഷ്യൽ സ്റ്റേറ്റ് T0 x=1 അതുകൊണ്ട് Okay. ടേബിളില് ബാക്കിയൊക്കെ 0. T1 സ്റ്റേറ്റില് BS കോംപ്ലിമെന്റ് ചെയ്യുന്ന സിഗ്നല് y ആയതുകൊണ്ട് y ഓൺലി 1, ബാക്കിയൊക്കെ 0. വേറെ ഒന്നും നമ്മൾ പെർഫോം ചെയ്യുന്നില്ല. Then T2 സ്റ്റേറ്റില് നത്തിങ്, ഒന്നുമില്ല, എല്ലാം 0. ഓക്കെ. T3 അഡീഷൻ ആണ്, A+B അഡീഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. പഴയത് ഓർക്കുക, S1 0യും S0 1 ആവുമ്പോഴാണ് നമ്മൾ അഡീഷൻ പെർഫോം ചെയ്യുക. അപ്പം നമ്മൾ ടാസ്ക് പെർഫോം ചെയ്യുന്നത് അഡീഷൻ ആണെന്ന് മനസ്സിലായി. ദെൻ വി ആർ ലോഡിംഗ് ദി റിസൾട്ട് ഇൻ ടു അക്യുമുലേറ്റർ. സോ ലോഡ് സിഗ്നൽ 1 ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ദെൻ ഫോർത്ത് സ്റ്റേറ്റിൽ വി ആർ പെർഫോമിംഗ് സബ്സ്ട്രാക്ഷൻ. അപ്പൊ S1 1 S0 0 വിച്ച് മീൻസ് സബ്സ്ട്രാക്ഷൻ. അതായത് A-B എന്ന് പറയുന്നത് A-B എന്താണ് ശരിക്കും? A plus B bar plus 1 ആണ്. അതാണ് സബ്സ്ട്രാക്ഷൻ. A plus B bar plus 1. സോ സബ്സ്ട്രാക്ഷൻ നമ്മൾ പെർഫോം ചെയ്യണം. അതിനെ നമ്മൾ ലോഡ് ചെയ്യുന്നു. അതുകൊണ്ട് ലോഡ് സിഗ്നൽ 1 ആണ്. ക്യാരി ഔട്ട് ഉണ്ട്. ക്യാരി ഔട്ട് ഇതിലേക്ക് ലോഡ് ചെയ്യുന്നതുകൊണ്ട് ക്യാരി എന്ന് പറഞ്ഞ സംഭവം 1 ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടേബിള് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ. നന്ദിത, താങ്ക് യു. ഒരാളൊക്കെ ഉണ്ടല്ലോ ശ്രദ്ധിക്കുന്നു, അത് മതി. അർപ്പിത് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അർപ്പിത്. ദെൻ ഫൈനലി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ സ്റ്റേറ്റും വി ആർ ഐഡന്റിഫൈങ് ഓരോ ഇൻസ്ട്രക്ഷൻ. ആ മൈക്രോ ഇൻസ്ട്രക്ഷനെ ജനറേറ്റ് ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ ഫിഫ്ത്ത് സ്റ്റെപ്പ്, ദി കൺട്രോൾ ക്യാൻ ബി ഡിസൈൻഡ് യൂസിങ് ക്ലാസിക്കൽ സീക്വൻഷ്യൽ ലോജിക് പ്രൊസീജിയർ. ദെൻ ഈച്ച് സ്റ്റേറ്റ് എന്തൊക്കെ സ്റ്റേറ്റ് ആണ്, ആൻഡ് ഈച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, എന്തൊക്കെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേണം, എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം, അത് നമുക്ക് മനസ്സിലായി. Thereby we can design a hardwired control unit to generate control signal to perform different micro operation. ഇതാണ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് പെർഫോം ചെയ്യാനുള്ള ടാസ്ക്. സോ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് പെർഫോം ചെയ്യാൻ ഓരോ സ്റ്റെപ്പിലും വേണ്ട ഡിഫറെന്റ് ഓപ്പറേഷൻസ് എന്താണെന്ന് മനസ്സിലായി, എത്ര സ്റ്റെപ്സ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് നമ്മൾ ജനറേറ്റ് ചെയ്താൽ നമുക്ക് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ പെർഫോം ചെയ്യാം. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? സർ ഓക്കെ. ഓക്കെ, താങ്ക് യുടാ. ദെൻ നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതാം. മൈക്രോ പ്രോഗ്രാം കൺട്രോൾ എന്ന് എഴുതാം. മൈക്രോ പ്രോഗ്രാം കൺട്രോൾ.
ഇതൊരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻ ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റ് നമ്മൾ എന്താ ചെയ്തത്? വി ആർ ഡിസൈനിങ് എ ലോജിക് സർക്യൂട്ട്. ഹാർഡ്വെയർഡ് കൺട്രോളിൽ വി ആർ ആക്ച്വലി ഡിസൈനിങ് എ ലോജിക് സർക്യൂട്ട് വിച്ച് മീൻസ് ഇൻ ഓർഡർ ടു generate a control signal set in, we have a separate logic circuit. For PC in signal is there, we have to generate or create a separate logic circuit. Then read, for read signal we have to generate or we have to create a separate hardware നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതിൻ്റെതായ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പറയാണ് സെഡ് ഇൻ ഈസ് എ കൺട്രോൾ സിഗ്നൽ, പി സി ഇൻ ഈസ് എ കൺട്രോൾ സിഗ്നൽ. ഇതിനെയൊക്കെ നമ്മൾ ബിറ്റ് വാല്യൂസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ബിറ്റ് വാല്യൂസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. വിച്ച് മീൻസ് ബൈ യൂസിങ് കോമ്പിനേഷൻ ഓഫ് 1 ആൻഡ് 0, 1ഉം 0 ഉപയോഗിച്ചിട്ട് വി ക്യാൻ ഐഡന്റിഫൈ ഡിഫറെന്റ് കൺട്രോൾ സിഗ്നൽ. By using 1 and 0, we can identify different control signals. ആ കൺട്രോൾ സിഗ്നൽസിനെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ക്ലിയർ ആയി തോന്നുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, ഹിയർ വി ആർ യൂസിങ് കോമ്പിനേഷൻ ഓഫ് 1 ആൻഡ് 0 കോൾഡ് എ കൺട്രോൾ വേർഡ്. ഈ ഒരു കൺട്രോൾ വേർഡ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ഇൻ ഓർഡർ ടു ജനറേറ്റ് എ മൈക്രോ ഓപ്പറേഷൻ. In order to generate a micro operation. മനസ്സിലാവുന്നുണ്ടോ? അതായത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മൈക്രോ ഓപ്പറേഷൻ, റീഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മൈക്രോ ഓപ്പറേഷൻ, ഇങ്ങനെയുള്ള കൺട്രോൾ ചെറിയ ചെറിയ മൈക്രോ ഓപ്പറേഷനെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കൺട്രോൾ വേർഡ് യൂസ് ചെയ്യുന്നു. ഈ ഒരു കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 1 ആൻഡ് 0. ആ 1 ആൻഡ് 0 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാം. ഒരു എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കുക, ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ് അഡിഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ 7 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ദി ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺട്രോൾ വേർഡ്, ദിസ് ഈസ് എ കൺട്രോൾ വേർഡ് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ പണ്ട് കണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് വേണേ ആ സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ ഓർമ്മിക്കുക. ആ ഒരു എക്സാമ്പിൾ ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്തിടാം. കണ്ടോ? പി സി ഔട്ട്, MAR ഇൻ, റീഡ്, സെലക്ട് ഫോർ, ആഡ്, സെഡ് ഇൻ. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. പി സി ഔട്ട്, MAR ഇൻ, റീഡ്, സെലക്ട് ഫോർ, ആഡ്, സെഡ് ഇൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഈ ഒരു സ്റ്റെപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കൺട്രോൾ വേർഡ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 0 ആൻഡ് 1 നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 0 ആൻഡ് 1 നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. കണ്ടോ? പി സി ഔട്ട്, സെഡ് ഇൻ, ആഡ്, സെലക്ട്, പിന്നെ ഒരു MAR ഇൻ, റീഡ്, ഇത്രയും കൺട്രോൾ സിഗ്നൽ ആയിരുന്നു ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ്. സോ ഫോർ പെർഫോമിംഗ് ഫസ്റ്റ് സ്റ്റേറ്റ് നമുക്ക് കോമ്പിനേഷൻ ഓഫ് 1ഉം 0ഉം വെച്ച് ഇങ്ങനെ ഒരു കൺട്രോൾ വേർഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ ദി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് മാത്രമാണ്, ബാക്കിയൊക്കെ 0 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമതൊരു കൺട്രോൾ വേർഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കൺട്രോൾ വേർഡ് ഉണ്ട് എങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാ കൺട്രോൾ സിഗ്നൽസും നമുക്ക് ജനറേറ്റ് ചെയ്യാം. വിത്ത് ദി ഹെൽപ്പ് ഓഫ് സെക്കൻഡ് കൺട്രോൾ വേർഡ് നമുക്ക് വേണ്ട എല്ലാ കൺട്രോൾ സിഗ്നലും ജനറേറ്റ് ചെയ്യാം. ദെയർ ബൈ യൂസിങ് കോമ്പിനേഷൻ ഓഫ് 0 ആൻഡ് 1 നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സിഗ്നൽസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റെപ്പിലുള്ള ഓരോ സിഗ്നൽസിനെയും ബൈ യൂസിങ് ഒരു കൺട്രോൾ വേർഡ് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ പറഞ്ഞത്? അരുന്ധത്, ഋതുൽ, മുഹമ്മദ് നാസിഫ്, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? തിയറി പാർട്ടിലേക്ക് പോവാം. ജസ്റ്റ് ഒരു പോയിന്റ്, 1-2 പോയിന്റ് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. A control word is a series of 1 and 0. A control word is a series of 1 and 0. Which can initiate different micro operation. Which can initiate different micro operation.
which can initiate different micro operation. Then ഇങ്ങനെയുള്ള മൈക്രോ കൺട്രോൾ വേർഡ്സിനെ സേവ് ചെയ്യുന്ന മെമ്മറിനെ പറയുന്ന പേരാണ് കൺട്രോൾ മെമ്മറി. നെക്സ്റ്റ് ലൈനിൽ എഴുതാം കൺട്രോൾ മെമ്മറി. കൺട്രോൾ മെമ്മറിന്ന് ഹൈഫൺ എഴുതാം. Control memory consists of different control words. Control memory consists of different control words. Next line is control words in a memory is called micro instruction. Control word in a memory is called micro instruction. Last ഒരു പോയിന്റും കൂടി പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാം. Sequence of micro instruction is called microprogram. Sequence of micro instruction is called microprogram. ഓക്കെ, ഇനി പറഞ്ഞ എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് വരച്ച് കാണിക്കാം, നോക്കുക. പറഞ്ഞത് എന്താണെന്ന് പറയാൻ പോവാണേ. നമ്മുടെ കയ്യിൽ സെറ്റ് ഓഫ് കൺട്രോൾ വേർഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 1 and 0. ഇങ്ങനെയുള്ള ഒരു കൺട്രോൾ വേർഡ് ഉണ്ടെന്ന് കരുതാം. ദിസ് ഈസ് നോൺ ആസ് കൺട്രോൾ വേർഡ്. ഈ ഒരു കൺട്രോൾ വേർഡ് ക്യാൻ ജനറേറ്റ് ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻ. എന്താണോ നമ്മൾ പെർഫോം ചെയ്യാനുള്ള ലോഡ്, സ്റ്റോർ, അങ്ങനെയുള്ള ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷനെ ഈ കൺട്രോൾ വേർഡിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ കൺട്രോൾ വേർഡിനെ നമ്മൾ ഒരു മെമ്മറിയിൽ പ്ലേസ് ചെയ്യുന്നു. ദിസ് ഈസ് എ മെമ്മറി. ഇതിനെ നമ്മൾ കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് കൺട്രോൾ മെമ്മറി. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള കുറേ കൺട്രോൾ വേർഡ്സിനെ നമ്മൾ മെമ്മറിയിൽ വെക്കുമ്പോൾ അതിനെ മൈക്രോ പ്രോഗ്രാം എന്ന് പറയാം. ഇങ്ങനെയുള്ള കുറേ കൺട്രോൾ വേർഡ്സിനെ വെൻ വി ആർ പ്ലേസിങ് ഇറ്റ് ഇൻ ടു കൺട്രോൾ മെമ്മറി, എപ്പോഴാണോ നമ്മൾ അതിനെ കൺട്രോൾ മെമ്മറിയിൽ വെക്കുന്നത് അതിനെ നമുക്ക് മൈക്രോ പ്രോഗ്രാം എന്ന് പറയാം. മൈക്രോ പ്രോഗ്രാം. ഇത്രയും പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മൈക്രോ പ്രോഗ്രാം. ഓക്കെ ആണോ? സാറേ ഓക്കെ. ഓക്കെ, റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണം.